നമസ്കാരം. ഡിവൈഎഫ്ഐ മുൻ പ്രാദേശിക നേതാവും സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയുമായ അർജുൻ ആയങ്കയുടെ ഇളയ സഹോദരൻ അജയ് ആയങ്കയെ സ്റ്റേഷൻ ജാമ്യത്തിലെടുക്കാൻ എത്തിയയാളെ നടക്കാവ് പോലീസ് കരുതൽ തടങ്കലിലെടുത്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കോഴിക്കോട് മലാപ്പറമ്പ് സ്വദേശി ഐനിഷ് എന്നയാളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അജയ് ആയങ്കയെ ജാമ്യത്തിലിറക്കാൻ രണ്ടുപേരുടെ ആൾജാമ്യം ആവശ്യമായതിനെ തുടർന്നാണ് ഐനിഷും മറ്റൊരാളും നടക്കാവ് പോലീസ് സ്റ്റേഷനിലെത്തിയത്. എന്നാൽ ഐനിഷിനെതിരെ വധശ്രമം അടക്കമുള്ള ഗുരുതര കേസുകൾ നിലവിലുണ്ടെന്ന് വ്യക്തമായതോടെ പോലീസ് ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം വിശദമായി പരിശോധിക്കുകയായിരുന്നു. നിലവിൽ വാറണ്ടോ മറ്റ് നിയമ നടപടികളോ ഇല്ലെന്ന് ബോധ്യപ്പെട്ടാൽ ഇയാളെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഐനിഷിന് ജാമ്യം നിൽക്കാൻ സാധിക്കില്ലെന്ന് ഉറപ്പായതോടെ അജയുടെ മറ്റൊരു സഹോദരനായ അഖിൽ ആയങ്കി സ്റ്റേഷനിലെത്തിയാണ് അജയ്ക്ക് ആൾജാമ്യം നിന്നത്. തുടർന്ന് അജയ് ആയങ്കി സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തിറങ്ങി. സ്റ്റേഷന് പുറത്തിറങ്ങിയ അഖിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ക്ഷുഭിതനായി തട്ടിക്കയറി. മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നത് അജയ് അല്ലെന്നും അർജുൻ ആയങ്കി തന്നെയായിരുന്നുവെന്നും അഖിൽ പ്രതികരിച്ചു. രാത്രി 12 മണിയോടെ കോഴിക്കോട് നടക്കാവ് ഭാഗത്തുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിന് മുന്നിൽ വെച്ചാണ് അജയ് ആയങ്കി പോലീസ് പിടിയിലാകുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ അർജുൻ ആയങ്കിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് ഫ്രീസ് ചെയ്തതിനെ തുടർന്ന് കേസ് നടത്തുന്നതിനാവശ്യമായ പണം സ്വരൂപിക്കാൻ അജയ് ആയങ്കിയുടെ ബാങ്ക് അക്കൗണ്ടാണ് സംഘം ഉപയോഗിച്ചിരുന്നത്. സോഷ്യൽ മീഡിയ വഴി ക്രൗഡ് ഫണ്ടിംഗ് നടത്തി പണം ശേഖരിക്കാനായി അജയുടെ പേരിലുള്ള QR കോഡ് സ്കാനർ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പൊതുജനങ്ങളിൽ നിന്നും അനുഭാവികളിൽ നിന്നും സമാഹരിച്ച പണം ഉപയോഗിച്ചാണ് അർജുൻ ആയങ്കയുടെ അഭിഭാഷകർക്കുള്ള ഫീസും മറ്റ് ഒളിവ് ജീവിത ചെലവുകളും വഹിച്ചിരുന്നതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അതേസമയം അർജുൻ ആയങ്കി വലയിലായത് സിനിമാ കഥകളെ പോലും വെല്ലുന്ന നാടകീയ സംഭവങ്ങൾക്കൊടുവിലായിരുന്നു. കണ്ണൂർ നഗരത്തിലെ ഒരു വനിതാ അഭിഭാഷകയുടെ ഫ്ളാറ്റിൽ അതീവ രഹസ്യമായി കഴിയുകയായിരുന്ന ഇയാളെ പോലീസ് അത്യാധുനിക രീതിയിലുള്ള പഴുതടച്ച ആസൂത്രണത്തിലൂടെയാണ് പിടികൂടുന്നത്. പുലർച്ചെ 2 മണിയോടെ നടന്ന മിന്നൽ ആക്രമണത്തിൽ പ്രതിക്ക് തെല്ലും രക്ഷപ്പെടാൻ ഒരു അവസരം ലഭിച്ചില്ല. തളിപ്പറമ്പിലെ ഒരു രഹസ്യ ലോഡ്ജിലായിരുന്നു ആയങ്കി കുറച്ച് ദിവസങ്ങളായി തങ്ങിയിരുന്നത്. എന്നാൽ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം തളിപ്പറമ്പിലെ ഒളിത്താവളം മനസ്സിലാക്കിയെന്ന സൂചന കിട്ടിയതോടെ പ്രതി അവിടെ നിന്ന് രക്ഷപ്പെടാൻ അതിവേഗം തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. തുടർന്ന് ലോഡ്ജിന് പുറത്തിറങ്ങി ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പയ്യന്നൂർ ഭാഗത്തേക്ക് പുറപ്പെട്ടു. ഈ യാത്രാവേളയിലാണ് ആയങ്കിക്ക് ഏറ്റവും വലിയ പിഴവ് സംഭവിച്ചത്. പോലീസ് ടവർ ലൊക്കേഷൻ പിടിക്കാതിരിക്കാൻ സ്വന്തം സ്മാർട്ട് ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നതിനാൽ ഇയാൾ യാത്രാമധ്യേ ഓട്ടോ ഡ്രൈവറുടെ ഫോൺ വാങ്ങി സുഹൃത്തായി ജിതിനെ വിളിക്കുകയായിരുന്നു. വാഹനം വിളിച്ച് പയ്യന്നൂരിലേക്ക് വരാനായിരുന്നു നിർദ്ദേശം. എന്നാൽ ആയങ്കയുടെ പെരുമാറ്റത്തിലും സംസാരിച്ച രീതിയിലും കടുത്ത സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ ഇയാൾ ഇറങ്ങിപ്പോയതിന് തൊട്ടു പിന്നാലെ വിവരം പോലീസിനെ അറിയിച്ചു. ഓട്ടോ ഡ്രൈവർ നൽകിയ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് അതിവേഗം അന്വേഷണം ഊർജിതമാക്കി. നിമിഷങ്ങൾക്കകം സുഹൃത്തായ ജിതിനെ പോലീസ് പൊക്കിയെങ്കിലും ആദ്യഘട്ടത്തിൽ ഇയാൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും സത്യം മറച്ചുവെക്കാനും കഠിനമായി ശ്രമിച്ചു. എന്നാൽ ചോദ്യം ചെയ്യലിൽ പോലീസ് ലൊക്കേഷനുകൾ നിർത്തിയതോടെ ജിതിൻ വീഴുകയായിരുന്നു. റോഡുകളിലെയും പ്രധാന കവലകളിലെയും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് ജിതിന് മുന്നിൽ നിർത്തിയതോടെ ഇയാൾക്ക് നിവൃത്തിയില്ലാതെ വന്നു. ജിതിന്റെ കാറിലാണ് ആയങ്കി പയ്യന്നൂരിൽ നിന്ന് യാത്ര ചെയ്തതെന്നും കണ്ണൂർ നഗരത്തിലെ ഒരു വനിതാ അഭിഭാഷകയുടെ ഫ്ളാറ്റിലേക്കാണ് ഇയാൾ പോയതെന്നും ജിതിനൊടുവിൽ പോലീസിനോട് തുറന്നു പറഞ്ഞു. ഉച്ചയ്ക്ക് 3:30 ആയങ്കി ഈ ഫ്ളാറ്റിൽ എത്തിച്ചേർന്നതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചതോടെ അന്വേഷണ സംഘം കൃത്യമായി പദ്ധതി തയ്യാറാക്കി. ഉത്തരമേഖല DIG K കാർത്തികിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ റൂട്ട് മാപ്പുകൾ തയ്യാറാക്കി ഫ്ളാറ്റ് ഉപരോധിക്കാൻ നീക്കം തുടങ്ങി. സാധാരണ വേഷത്തിലെത്തിയ പോലീസുകാർ ഫ്ളാറ്റും പരിസരവും വളഞ്ഞു. രാത്രി മുഴുവൻ നിരീക്ഷണം ശക്തമാക്കിയ പോലീസ് പുലർച്ചെ 2 മണിയോടെ പോലീസ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തുകയായിരുന്നു. അപ്പാർട്ട്മെന്റിന്റെ വാതിൽ തുറന്ന് പോലീസ് അകത്ത് കടന്നതോടെ ആയങ്കി പരിഭ്രാന്തിയിലായി. കെട്ടിടത്തിന്റെ പിൻവശത്തിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ചുറ്റും നിലയുറപ്പിച്ചിരുന്ന പോലീസുകാർ ഇയാളെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കിയായിരുന്നു. പോലീസിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ച ഒരു കുറ്റവാളിയെ സാഹസികമായി പിടികൂടാൻ കഴിഞ്ഞത് കേരള പോലീസിനും വലിയ ആശ്വാസമാണ്. മുൻകൂർ ജാമ്യാപേക്ഷകൾ കോടതി തള്ളിയിട്ടും നിയമത്തെ പരിഹസിച്ച് ഒളിവിൽ കഴിഞ്ഞ പ്രതിക്ക് വലിയ തിരിച്ചടിയാണ് ഈ നീക്കത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അറസ്റ്റിന് ശേഷം നഗരത്തിൽ സുരക്ഷാ മുൻകരുതലുകളും ശക്തമാക്കിയിട്ടുണ്ട്. ആയങ്കിയുടെ അനുയായികൾ സംഘടിച്ചേക്കാവുന്ന സാഹചര്യങ്ങളിൽ മുന്നിൽ കണ്ട് കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതിയായതിനാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് പ്രത്യേക ജാഗ്രത പുലർത്തുന്നുണ്ട്.